ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരുങ്ങിപ്പോകുന്നത് എവിടെയാണെന്നറിയോ? അന്തോണീസ് പുണ്യാളനെ കാണാനാണ്. എല്ലാ ട്യൂസ്ഡേയും ഇവിടെ എല്ലാ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു റിച്വൽ പോലെ ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെയും നാട്ടിലുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയ ശീലമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പാടുകൾ വരുമ്പോഴായിരിക്കുമല്ലോ ചിലപ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തോട് ഒന്നും കൂടി നമ്മൾ ദൈവം അടുപ്പിക്കുക എന്ന് പറയില്ലേ. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫ് ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എങ്ങനെയൊക്കെയോ ഞാൻ വിചാരിക്കുന്ന ഒരു സൊല്യൂഷനോ നമ്മൾ വിചാരിക്കുന്ന ഒരു സൊല്യൂഷനോ എന്നല്ലാതെ അതിന് ഈസി ആയിട്ടുള്ള രീതിയിൽ മൂപ്പര് എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും പോകുന്നതെന്ന്. അപ്പോൾ തോന്നും അതെല്ലാം അന്തോണീസ് പുണ്യാളൻ്റെ ഒരു കളിയാണ് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എത്രയൊക്കെയായാലും അങ്ങനെ ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഞങ്ങൾക്കിവിടെ വന്നിട്ട് എനിക്കങ്ങനെ മുമ്പ് BC-യിലായിരുന്നപ്പോൾ പോകാൻ പറ്റാറില്ല. ചർച്ചിൽ പോകാൻ പറ്റും, പക്ഷേ സെൻറ്റ് ആൻ്റണീസിൻ്റെ നൊവേനയും അങ്ങനെ സെൻറ്റ് ആൻ്റണീസിൻ്റെ ആയിട്ടുള്ളൊരു പള്ളിയിൽ പോകാനായിട്ട് പറ്റില്ലായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടേക്ക് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും സെൻറ്റ് ആൻ്റണീസ് എന്നെ എന്താ പറയുക, അന്തോണീസ് പുണ്യാളനോട് കൂടുതൽ അടുപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നൊവേന കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് ആ സന്നിധിയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഇങ്ങനെ ഒരു അപേക്ഷയൊക്കെ ഇട്ടിട്ട് വരുമ്പം വല്ലാത്തൊരു ശക്തി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നോട് പറയുന്ന പോലെ തോന്നും എല്ലാം ശരിയാവും എന്ന്. പക്ഷേ അത് സത്യമാണ്, അതെനിക്കറിയാം. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് പുണ്യാള, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.